മെക്സിക്കോ, കാനഡ, ചൈന എന്നിവയ്ക്ക് മേലുള്ള പുതിയ തീരുവകളും ആ രാജ്യങ്ങളുടെ പ്രതികാര നടപടികളും കുറച്ചുകാലം ഈ സ്ഥാനത്ത് തുടർന്നാൽ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം വരുത്തുമെന്ന് യുഎസിലുടനീളമുള്ള കർഷകർക്കും മാംസ ഉൽപാദകർക്കും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം പ്രമുഖ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾക്കും മാംസം പൊടിച്ച് ഉയർന്ന വില പെട്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കർഷകരിൽ ഉണ്ടാക്കുന്ന ചില ആഘാതങ്ങൾ അടുത്ത വിളവെടുപ്പ് വരെ അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല. എന്നാൽ അത് കഴിഞ്ഞ് നിങ്ങൾ പേടിക്കണം. കയറ്റുമതിയെ ബാധിച്ചാൽ ചില ഉൽപ്പന്നങ്ങൾക്ക് ഹ്രസ്വകാലത്തേക്ക് ഉപഭോക്താക്കൾക്ക് വില കുറഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട്. ധാന്യം, ഗോതമ്പ്, സോയാബീൻ എന്നിവയുടെ വില മിക്ക ഉൽപ്പന്നങ്ങളുടെയും വിലയുടെ താരതമ്യേന കുറവാണ്. കൂടാതെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്റെ ആദ്യ ഭരണകാലത്ത് ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ചെയ്തതുപോലെ ചില നഷ്ടങ്ങൾ നികത്താൻ കർഷകർക്ക് കാര്യമായ സഹായ പേയ്മെന്റുകൾ വാഗ്ദാനം ചെയ്യാൻ കഴിയുകയും ചെയ്യും. ചൊവ്വാഴ്ച രാത്രി കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് കാർഷിക ഇറക്കുമതി അമേരിക്കൻ കർഷകരെ വേദനിപ്പിക്കുന്നുവെന്ന് വാദിച്ചിരുന്നു. അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നോട് വീണ്ടും ക്ഷമിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ട്രംപ്. അധിക സഹായമൊന്നും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് ആ കർഷകനെ ഇഷ്ടമാണ്, അയാൾ കൂട്ടിച്ചേർത്തിരുന്നു. വില കൂടിയ ട്രാക്ടറുകളിൽ നിക്ഷേപിക്കുന്നതിൽ കർഷകരെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നുണ്ട്. ഉപഭോക്താക്കൾ പലചരക്ക് സാധനങ്ങളെക്കുറിച്ച് വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്നു. അവർ മറ്റു ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്താൽ അത് മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെടുന്നതിനിടയിൽ റെക്കോർഡ് മുട്ടവിലയെക്കുറിച്ചും ഉപഭോക്താക്കൾ ഇതിനകം തന്നെ ആശങ്കാകുലരായിരുന്നു. കാലക്രമേണ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം ശക്തമാകുന്നതെന്ന് US ഉപഭോക്താക്കൾ റെസ്റ്റോറൻറ്റുകളിലേക്ക് പോകുന്നത് തുടരുന്നതിലൂടെയും വാഷിംഗ് മെഷീനുകളും ഡ്രയറുകളും വാങ്ങുന്നത് തുടരുന്നതിലൂടെയും അവരുടെ ആശ്വാസമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പലതും അതിൽ ചിലത് മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാൻസർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗ്ലിൻ ടോൺസൺ ആണ് ഇതെല്ലാം വ്യക്തമാക്കിയത്. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ ചില കർഷകർ ഉപകരണങ്ങളും സാധനങ്ങളും ശേഖരിച്ചു വെക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ എല്ലാ വളങ്ങളും മുൻകൂട്ടി വാങ്ങാൻ സാധിക്കുന്നതല്ല. അവക്കാഡോ, ഗോമാംസം പോലുള്ള പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങൾ സംരംഭിക്കാൻ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. താരിഫുകൾ എങ്ങനെ നടപ്പിലാക്കുന്നു, ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്നതിന്റെ വിശദാംശങ്ങളും പ്രധാനമാണ്. 2 ആഴ്ച മുമ്പ് താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം ഈ വർഷത്തെ വിളവെടുപ്പിനുള്ള ധാന്യത്തിന്റെ സോയാബീന്റെ വില ഇതിനകം തന്നെ ഏകദേശം 10% ഇടിയുകയുണ്ടായി. ഇലിനോയിസ് സർവകലാശാലയിലെ കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോ ജോൺസൺ വ്യക്തമാക്കി. അത് ആ വിളകളിലെ ലാഭക്ഷമതയെ തട്ടിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കർഷകർക്ക് അവരുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ തന്നെ വിൽക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ട്രംപിന്റെ പ്രസ്താവനയെ അദ്ദേഹം ഏറ്റവും നല്ലതാണെങ്കിൽ പോലും ബധിരമായി വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു കച്ചവടം മുഴുവൻ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഗണ്യമായ അളവിൽ കയറ്റുമതി ചെയ്യുന്ന ചോളം, സോയാബീൻ, ഗോതമ്പ്, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആഭ്യന്തരമായി വിപണിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വിളകളുടെ വില കുറയുമ്പോൾ കർഷകരുടെ വളത്തിന്റെ ബിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാണ്. കാരണം അമേരിക്കൻ കർഷകർ വളത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാഷിന്റെ 85% കാനഡയിൽ നിന്നാണ് വരുന്നത്. കൂടാതെ കുറച്ച് നൈട്രജൻ വളവും കാനഡ നൽകുന്നുണ്ട്. ഫെർട്ടിലൈസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റും സിഇഒയുമായ കോറി റസർബുഷ് പറയുകയും ചെയ്തു. US-ഉം കാനഡയും തമ്മിലുള്ള തുറന്നതും ന്യായയുക്തവും പ്രവചനാതീതവുമായ സുതാര്യവുമായ വ്യാപാര അന്തരീക്ഷം അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ വിളകൾ വളർത്താൻ നമുക്ക് പൊട്ടാഷ്യം അത്യാവശ്യമാണ്. ചൊവ്വാഴ്ച കാനൻ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള തന്റെ ചോള, സോയാബീൻ കർഷകരിൽ നിന്നും ഗവർണർ ടിം വാൻസൺ ആതിഥേയത്വം വഹിച്ച മിനാസോട്ട കർഷകനായ ഡാനി ലണ്ടൻ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. നിങ്ങൾ വലുതോ ഇടത്തരമോ ചെറുതോ എന്നത് പ്രശ്നമല്ല എന്നും അത് നിങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വീഴ്ചകളിൽ നിരവധി കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വളം പ്രയോഗിച്ചിട്ടുണ്ടെന്നും ഉയർന്ന വളബില്ലുകൾ പിന്നീട് അടയ്ക്കേണ്ടി വരില്ലെന്നും അയോവ സംസ്ഥാന കർഷക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ചാഡ് ഹർട്ട് പറയുകയും ചെയ്തു. അമേരിക്കൻ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പുള്ള ബീഫുമായി ചേർത്ത് ഹാംബർഗർ നിർമ്മിക്കാൻ അമേരിക്ക ധാരാളം മെലിഞ്ഞു കഴിഞ്ഞ ബീഫ് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ബീഫിന്റെ പകുതിയും കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ് വരുന്നതിനാൽ വില കൂടാനുള്ള സാധ്യത കൂടും. 6 മുതൽ 8 ആഴ്ചകൾക്കുള്ളിൽ പലചരക്ക് കടകളിൽ ഇത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്ക $1.8 ബില്യൺ വില വരുന്ന കോഴിയിറച്ചിയും $8.4 ബില്യൺ വില വരുന്ന ചുവന്ന മാംസവും മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ താരിഫുകൾ കയറ്റുമതി ചെയ്താൽ 10% കുറവുണ്ടാകുമെന്നും ശാസ്ത്രജ്ഞർ വിശദമാക്കി.
തീരുവകൾ കാരണം കർഷകർക്ക് അത്രയും മാംസം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആഭ്യന്തരമായി വിൽക്കാൻ ശ്രമിക്കാം, പക്ഷേ അവർക്ക് വില കുറയ്ക്കേണ്ടി വരും. കർഷകർക്ക് ഇത് ദോഷകരമാണ്, പക്ഷേ ഉപഭോക്താക്കൾക്ക് ഇത് നല്ലതായിരിക്കും. ഉൽപ്പന്നത്തിനനുസരിച്ച് ആഘാതങ്ങൾ വ്യത്യാസപ്പെടാം. ഉദാഹരണത്തിന് സ്റ്റീക്കുകളുടെയും ബേക്കണിന്റെയും ആവശ്യം താരതമ്യേന സ്ഥിരമായി തുടരാം, കാരണം അതിൽ വളരെ കുറച്ച് മാത്രമേ കയറ്റുമതി ചെയ്യുന്നുള്ളൂ. പക്ഷേ മെക്സിക്കോ ഹാമുകളുടെ വാങ്ങുന്നവരിൽ ഒരാളായതിനാൽ US-ൽ അവരുടെ വില കുറയാൻ സാധ്യതകളുണ്ട്. ബീഫ് നാക്ക് പോലുള്ള ഏതാണ്ട് പൂർണ്ണമായും കയറ്റുമതി ചെയ്യുന്ന സ്പെഷ്യാലിറ്റി കട്ടകളുടെ വില കുത്തനെ ഇടിയാനും സാധ്യതയുണ്ട്. കന്നുകാലി ഉൽപാദകർക്ക് അവർ ഉപയോഗിക്കുന്ന തീറ്റയുടെ വില കുറയുന്നതിനാൽ അവർക്ക് അല്പം ആശ്വാസം ലഭിക്കും, പക്ഷേ മൊത്തത്തിൽ അവർക്ക് ഇപ്പോഴും പണം നഷ്ടപ്പെടുമെന്ന് ടോൺസർ പറയുകയും ചെയ്തു. കർഷകർ വളരെയധികം ആശങ്കാകുലരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അയോവോ കോൺ ഗ്രോവേഴ്സ് അസോസിയേഷന്റെ ഡയറക്ടർ സ്റ്റീവ് കുയിപ്പർ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നില്ല, അദ്ദേഹം പറയുന്നു. ഇത് ജോൺ ഡീർ പോലുള്ള വലിയ കമ്പനികളെയും അവരുടെ ഉപകരണങ്ങൾ വിൽക്കുന്ന പ്രാദേശിക വിതരണക്കാരെയും ബാധിക്കുകയും ചെയ്യും. ടേബിൾ ക്രോപ്പുകളും ചരക്കുകളും വളർത്തുന്ന കർഷകരുടെ കാര്യവും ഇത് തന്നെയാണ്. ട്രംപ് താരിഫുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ഉടനെ വരും മാസങ്ങളിൽ വിലവർദ്ധനവ് ഉണ്ടാകുമെന്നും കരുതിയില്ലെന്നും താൻ വാങ്ങിയെന്ന് ഇന്ത്യാപോളിന് പുറത്ത് ഒരു ജൈവ ഫാം കൈകാര്യം ചെയ്യുന്ന കാറ്റി റോജേഴ്സ് വ്യക്തമാക്കുകയും ചെയ്തു.